ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീക്ക് ഓഫ് പിങ്കിൽ പുതിയതായിട്ടൊരു മുട്ട് വന്നിട്ടുണ്ട്. അത് കൂടാതെ ഇന്നൊരു പൂവ് വിരിയാനുണ്ടായിരുന്നു. അത് ഞാൻ വിരിയിച്ചതാണ് ഈ കാണുന്നത്. നല്ല വലിയ പൂവാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് വിരിയിച്ചത് വേറൊന്നുമല്ല, ഇന്ന് പീക്കീസിൻ്റെ സ്കൂളിൽ ഓണ സെലിബ്രേഷനാണ്. അവർക്കപ്പോൾ മേടിച്ചു കൊണ്ടുപോകണ പൂവൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. നാടൻ പൂക്കളാണ് വേണ്ടത് ഇത്രേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതാകപ്പാട് ഈ താമരപ്പൂക്കളാണ്. അപ്പോൾ ഞാൻ താമരപ്പൂക്കളും അതേപോലെ അടുത്തുള്ള വീട്ടിൽ നിന്ന് 2 ചെത്തിപ്പൂവ് അതേപോലെ മന്ദാരമൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പൂവിടാനായിട്ട് കളമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള പൂവുകളാണ് ഇരിക്കുന്നത്. ഇതെല്ലാം പീക്കിക്ക് കൊണ്ടുപോകാനുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പൂക്കൾ പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ. 3 മന്ദാരം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെത്തിപ്പൂവ് ഒരു 2 കൊല ചെത്തിപ്പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ ചെത്തിപ്പൂവിൻ്റെ. നല്ല ഭംഗിയുള്ള കളർ, മരുന്ന് തെച്ചിയാണത്. ഇതിൽ ഇന്ന് വിരിഞ്ഞ താമരപ്പൂവുണ്ട്, ഇന്നലെ വിരിഞ്ഞതുണ്ട്, മിനിഞ്ഞാന്ന് വിരിഞ്ഞതുണ്ട്. എല്ലാതും കൂടിയിട്ട് ഒരു 5 താമരയുണ്ട് കേട്ടോ. പിന്നെ 2 ആമ്പലും ഉണ്ട്. ഈ കാണുന്നത് മിനിഞ്ഞാന്ന് വിരിഞ്ഞിട്ടുണ്ടായിരുന്ന താമരപ്പൂവാണ്. ഐഡിയ അറിയാത്തൊരു താമരയാണ് കേട്ടോ ഇത്. 3ാമത്തെ ദിവസമായിട്ടും നല്ല ഭംഗിയിലാണ് ആ പൂവ് ഇരിക്കുന്നത്. എതളോ ഒന്നും കൊഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിട്ട് പീക്കും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ തന്നെ എൻ്റെ താമരപ്പൂവൊക്കെ കഴിച്ചെടുക്കാൻ നോക്കണുണ്ട്. ഈ കാണുന്നത് പീക്ക് ഓഫ് പിങ്ക് ആണ്. ഇന്നാണ് ഞാൻ അത് വിരിയിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല വലിയ പൂവ് തന്നെയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വിരിയിച്ചപ്പോൾ നല്ലൊരു മണമൊക്കെ വന്നോടുന്നു. ഇത് ഇന്നലെ വിരിഞ്ഞിട്ടുണ്ടായിരുന്ന ചൈനീസ് റെഡ് ഷങ്കായിയാണ്. അത് രാവിലെ വിരിഞ്ഞ് ഉച്ച ഒരു 2 മണി 3 മണിയോട് കൂടിയിട്ടത് കൂമ്പി പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോയിട്ട് ഞാൻ നോക്കിയപ്പോൾ അത് വീണ്ടും നല്ല വലുപ്പത്തിൽ തന്നെ വിരിഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഭംഗിയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 2 ദിവസം മുമ്പ് വിരിഞ്ഞതാണ്. അതിൻ്റെ ഇതളൊക്കെ കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാനതും പൊട്ടിച്ചെടുത്തു. ഇത് അമേരിപ്പിയോണിയാണ്. ഇതും അമേരിപ്പിയോണി തന്നെയാണ്. അത് ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ, ഇന്ന് വിരിയിച്ചതാണ് ഞാൻ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അധികം വലുപ്പമില്ലെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇന്ന് 2 വാട്ടർ ലില്ലിയാണ് എൻ്റെ കയ്യിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മൈക്രാന്ത വാട്ടർ ലില്ലിയാണ്. ഇതിൽ അസോളയൊക്കെ പറ്റി പിടിച്ച് ഉണങ്ങിയിരിക്കുന്നുണ്ട്. ഇത് ബ്ലൂ കാപ്പൻസിസ് ആണ്. അപ്പോൾ എല്ലാ താമരകളും തെച്ചിപ്പൂവും മന്ദാരവും ആമ്പലും എല്ലാം കൂടി ഇപ്പോൾ അത്യാവശ്യം കൊണ്ടുപോകാനുള്ള പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ താമരപ്പൂക്കളും ആമ്പലും എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും മെസ്സേജ് ആയിരുന്നേ, എന്തിനാ ഈ പൂക്കളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചേ, എന്തൊരു ഭംഗി അത് നിൽക്കുന്നത് കാണാനായിട്ടുണ്ടായിരുന്നേ, അതെന്തിനാ പൊട്ടിക്കാൻ നിന്നേന്നൊക്കെ ചോദിച്ചിട്ട്. ചിലർ ചോദിച്ചു അമ്പലത്തിലേക്ക് കൊടുക്കാനാണോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ പീക്കീസിന് ഇങ്ങനെ കൊണ്ടുപോകാനാണ്, സ്കൂളിലേക്ക് സെലിബ്രേഷന് കൊണ്ടുപോകാനായിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പറയണത് പോലെ തന്നെ നല്ല ഭംഗിയായിരുന്നു. എല്ലാ പൂക്കളും ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കണ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ താമരപ്പൂക്കളും ആമ്പലും അതേപോലെ ചെത്തിപ്പൂവ് മന്ദാരം എല്ലാതും കൂടി ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് ഒരുമിച്ചിരിക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. പീക്കീസിന് വെക്കാനായിട്ട് മുല്ലപ്പൂവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് മേടിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ധാവണിയാണെന്ന് ചുറ്റി കൊടുക്കണേ. ഓണ സെലിബ്രേഷൻ അല്ല, അപ്പോൾ ഒരു നാടൻ സ്റ്റൈലിൽ പോകാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ നേരത്തെ പൊട്ടിച്ച് വെച്ച കാരണം ഇനി സ്കൂളിലേക്ക് പോകണ സമയത്തേക്ക് ഇത് വാടണ്ടാച്ചിട്ട് ഒരു പാത്രത്തിൽ പുട്ടുംകുടത്തിലാണ് വെള്ളമൊക്കെ ഒഴിച്ച് അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പീക്കീസിനെ യാത്രയാക്കാൻ നോക്കട്ടെ. ഇനി പൂവൊക്കെ ഒരു കവറിലാക്കി കൊടുത്തേക്കണ്ട അവൾക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെ ബായ്.